ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാതിവില തട്ടിപ്പു കേസ് മുഖ്യാസൂത്രകൻ ആനന്ദകുമാർ കസ്റ്റഡിയിൽ. സമരം ശക്തമാക്കിയ ആശാ വർക്കർമാർ മാർച്ച് 17 സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം പ്രതിയുമായുള്ള രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ കനേഡിയൻ പ്രധാനമന്ത്രി. കയ്യേറ്റ ഭൂമിയിലെ കുരിശ് പൊളിച്ചു മാറ്റി 2 മാസത്തേക്ക് പരുന്തുംപാറയിൽ നിരോധനാജ്ഞ. വാർത്തകൾ വിശദമായി. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളിലൊരാളായ സായി ഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. കേസിൽ കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ക്രൈംബ്രാഞ്ച് നടപടി. പാതിവില പദ്ധതിയുടെ മുഖ്യ ആസൂത്രകൻ ആനന്ദകുമാറാണെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. എന്നാൽ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കണ്ണൂർ SP ആണ് എതിർകക്ഷി. കണ്ണൂർ CD സൊസൈറ്റി സെക്രട്ടറി പള്ളിക്കുന്ന് എടച്ചേരി മാനസം ഹൗസിൽ A. മോഹനൻ നൽകിയ പരാതിയിലാണ് ആനന്ദ്കുമാർ അടക്കം 7 പേരെ പ്രതികളാക്കി കേസെടുത്തത്. പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന, ചതി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കേസിൽ ഇനി ക്രൈംബ്രാഞ്ചിന്റെ നീക്കമാണ് നിർണായകമാകുക. കേസുകളിൽ പ്രതിയായെങ്കിലും ആനന്ദ്കുമാറിനെ ഇതുവരെ ക്രൈംബ്രാഞ്ചോ പോലീസോ ചോദ്യം ചെയ്തിരുന്നില്ല. പോലീസ് റിപ്പോർട്ട് നൽകാത്തതിനെ തുടർന്ന് ജാമ്യാപേക്ഷ കോടതി 4 തവണ മാറ്റിവെച്ചിരുന്നു. ഒടുവിൽ ജാമ്യാപേക്ഷ എതിർത്ത് പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. തട്ടിപ്പിൽ നിന്ന് ലഭിച്ച പണം ആനന്ദ്കുമാറിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. കേസിൽ ED ആനന്ദ്കുമാറിന്റെ വീട് റെയ്ഡ് ചെയ്യുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ആനന്ദ്കുമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. കേസിൽ കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ക്രൈംബ്രാഞ്ച് നടപടി. പാതിവില പദ്ധതിയുടെ മുഖ്യ ആസൂത്രകൻ ആനന്ദ്കുമാർ ആണെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. എന്നാൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ജവഹർ നഗർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ആനന്ദ്കുമാറിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഈ സമയത്ത് കുടുംബാംഗങ്ങളും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആനന്ദ്കുമാർ ദേശീയ ചെയർമാനായ ദേശീയ NGO കോൺഫെഡറേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് പാതിവില തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തനിക്ക് തട്ടിപ്പിൽ പങ്കില്ലെന്ന ആനന്ദ്കുമാറിന്റെ വാദം തള്ളിയ ക്രൈംബ്രാഞ്ച് NGO കോൺഫെഡറേഷനിൽ നിന്ന് ആനന്ദ്കുമാർ പണം വാങ്ങിയതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് കോടതി അറിയിച്ചിരുന്നു. ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. രാജ്യസഭയിൽ CPM അംഗം സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് തുകയൊന്നും നൽകാനില്ലെന്നും വിനിയോഗിച്ച തുകയുടെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം 1 മാസത്തിലേക്ക് കടന്നിട്ടും സർക്കാർ ഇടപെടാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കുവാൻ സമരസമിതി. ആശാ വർക്കർമാരുടെ വേതനമുയർത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നാണ് സന്തോഷ് കുമാർ MP രാജ്യസഭയിൽ ചോദിച്ചത്. ആശാ വർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതികരിച്ച JP നദ്ദ NHM യോഗം കഴിഞ്ഞയാഴ്ച ചേർന്നിരുന്നുവെന്നും ആശാ വർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചുവെന്നും വ്യക്തമാക്കി. കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയിട്ടുണ്ട്. എന്നാൽ വിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ല. കേരളത്തിന്റെ വിഹിതത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും JP നദ്ദ പറഞ്ഞു. അതേസമയം ആശാ വർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF MPമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. കേരളത്തിലെ UDF MPമാരാണ് പ്രതിഷേധിച്ചത്. KC വേണുഗോപാലടക്കം MPമാർ പങ്കെടുത്തു. അതിനിടെ മാർച്ച് 17 സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് ആശാ വർക്കർമാർ അറിയിച്ചു. വിവിധ സംഘടനകളുടെ പിന്തുണയോടെയാകും ഉപരോധം. ന്യായമായ ആവശ്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുവാൻ പോലും സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുവാൻ തീരുമാനിച്ചതെന്ന് സമരസമിതി നേതാവ് S. മിനി അറിയിച്ചു. സമരം ചെയ്യുന്ന സ്ത്രീകളെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന നടപടികളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. നിയമമനുസരിച്ച് സമാധാനപരമായി ഇത്രയും ദിവസം സമരം നടത്തിയിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കാതിരിക്കുന്നതിനാലാണ് നിയമലംഘന സമരത്തിലേക്ക് കടക്കുന്നതെന്നും മിനി പറഞ്ഞു. അതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരവേദി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട സമരക്കാരെ അവഹേളിച്ച് പ്രസ്താവന നടത്തിയ CITU നേതാവ് KN ഗോപിനാഥിന് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചുവെന്ന് സമരസമിതി നേതാവ് MA ബിന്ദു അറിയിച്ചു. സമരം നടത്തുന്ന ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ 13 ആറ്റുകാൽ പൊങ്കാലയിടും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാലയിടുവാൻ ആഗ്രഹമുള്ള പരമാവധി ആശാപ്രവർത്തകരെ ക്ഷണിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സമരത്തിന് പിന്തുണയറിയിച്ച ഒട്ടേറെ സംഘടനകൾ സമരവേദിയിൽ എത്തുന്നുണ്ട്. ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കുന്നു. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 10. 9-ാം തീയതി വരെ വർക്ക് ചെയ്തതിന്റെ റിപ്പോർട്ടുമായിട്ട് അവർ വർക്ക് ചെയ്തതാണ്.
അതിന് റിപ്പോർട്ട് കൊടുക്കണം, എങ്കിലേ അവർക്ക് കാശ് കിട്ടുള്ളൂ. ആ റിപ്പോർട്ടുമായിട്ട് അതാത് സെന്ററുകൾ ചെല്ലുമ്പോൾ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾ അത് ഇപ്പോൾ സ്വീകരിക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവർ തിരിച്ചു പോയപ്പോൾ പിന്നെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമരത്തെ ന്യായമായ രീതിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ സമീപിക്കുന്നതിന് പകരം വളരെ പ്രാകൃതമായ രീതിയിൽ പഴയ കാലത്തെ സമീപനമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്നുണ്ടാവുന്ന തികച്ചും വലതുപക്ഷവും തികച്ചും തൊഴിലാളി വിരുദ്ധവും തികച്ചും ജനാധിപത്യ വിരുദ്ധവുമായ ഈ രീതിയിൽ അതിന്റെ മുമ്പിൽ ഈ സമരം മുട്ടുമടക്കാൻ തയ്യാറല്ല. കേരളത്തിലെ ഞങ്ങളുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ളത് ഇന്ന് കേരളത്തിലെ 26,125 ആശമാരുടെയും ആശാ കേന്ദ്രമായ, അവരുടെ ഒരേ ഒരു അഭയ കേന്ദ്രമായ യൂണിയനായി മാറിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ്, കേരളത്തിലെ മുഴുവൻ ആശമാരും ഈ സമരത്തോടൊപ്പമാണ്. കേരളത്തിലെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും, പ്രത്യേകിച്ചും പണിയെടുക്കുന്ന സ്ത്രീകൾ ഒന്നടങ്കം ഈ സമരത്തോടൊപ്പമാണ്. ജനാധിപത്യ വിശ്വാസികളും മറ്റു മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഈ സമരത്തോടൊപ്പമാണ്. കേരളത്തിലെ ചിന്തിക്കുന്ന ബുദ്ധിജീവികളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും നടന്മാരും നടികളും എന്ന് വേണ്ട അത്തരത്തിലുള്ള മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പമാണ്. പരുന്തുംപാറയിൽ വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാൻ സ്ഥാപിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചുമാറ്റി. ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫ് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചുമാറ്റിയത്. വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. 2 മാസത്തേക്ക് പരുന്തുംപാറയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയെന്നും 15 ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കൽ നടപടിക്കായി നിയോഗിച്ചെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. കോടതി വിധികളും കൂടി അവലംബിച്ചു വേണം ചട്ടം രൂപീകരിക്കാൻ എന്നുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ നടന്നു വരികയാണ്. സാർ അക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് ഈ സഭയെ അറിയിക്കുകയാണ്. സാർ, ഇവിടെ നേരത്തെ ടൈസൺ മാഷ് സംസാരിച്ചപ്പോൾ ഉന്നയിച്ചതുപോലെ പരുന്തുംപാറയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇന്ന് ചില മാധ്യമങ്ങളിൽ വളരെ ഗൗരവത്തോടെ കൊടുത്തിട്ടുണ്ട്. പരുന്തുംപാറയിലെ വിഷയം ഉയർന്നു വന്നത്തിൽ ഘട്ടത്തിൽ തന്നെ പട്ടയം റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി അടിയന്തരമായ പരിശോധന നടത്താൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ട സാർ, ഇതിനകത്ത് ഒരു വ്യക്തതയുടെയും പ്രശ്നമില്ല. കേരളത്തിലെ ഗവൺമെന്റിന്റെ കർശനമായ അഭിപ്രായം ഞാൻ പറയാം. കേരളത്തിൽ കുടിയേറ്റക്കാരായ, സാധാരണ ഭൂമിയില്ലാത്ത കുടിയേറ്റക്കാരായ മനുഷ്യർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ധാരണ. എന്നാൽ കയ്യേറ്റക്കാരായ ഒരാളെയും വെച്ചു പൊറപ്പിക്കാൻ ഈ ഗവൺമെന്റ് ഏതർത്ഥത്തിലും അളവിലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതിനൊരു കോംപ്രമൈസും ഇല്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അവിടെ ചിലരൊക്കെ മാറി വന്നത് HRMSന്റെ പേരിൽ, ഓൺലൈനിന്റെ പേരിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അത് ക്യൂ ലിസ്റ്റ് അനുസരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ അവസരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. ആര് മാറുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് കൃത്യമായി അതിന്റെ നിലപാട് പറയാം. ഒരു ഒരു കയ്യേറ്റക്കാരനെയും ആ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എവിടെയാണെങ്കിലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വലിയ വിസ്തൃതിയുള്ള സർവേ നമ്പറിൽ മൈനർ സർക്യൂട്ടുകളായിട്ടാണ് അവിടെയുള്ള പല മേഖലകളും ഉണ്ടാകുന്നത്. ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു ഈ വിഷയത്തിൽ താൽക്കാലികമായി പരിശോധിച്ച് നടപടിയെടുക്കാൻ. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ നേരത്തെയുള്ള കാര്യം പറഞ്ഞങ്ങോട്ട് വരാം. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷവും ചില നടപടിക്രമങ്ങൾ അവിടെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട അവിടെ ആലോചിച്ച് ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ പഴയ ചട്ടം പറഞ്ഞാലാണ് പ്രത്യേകിച്ച് അറിയുക. IPC 144 പ്രകാരം, ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 166 പ്രകാരം സാർ ഈ സ്ഥലത്ത് 2 മാസക്കാലത്തേക്കുള്ള നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരാളെയും ഇനി അങ്ങോട്ട് കിടക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, 15 റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ, പീരുമേട് താലൂക്കിൽ ഒഴികെയുള്ള 15 റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം പ്രത്യേകമായി നിശ്ചയിച്ചു. അവിടെ ആ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഉന്നതതല യോഗത്തിലൂടെ ആ നടപടിക്രമങ്ങൾ എന്നേക്കുമായി അത്തരത്തിൽ ഒരു കയ്യേറ്റവും ഇനി എവിടെയും വെച്ചു പൊറിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറ്റിയെടുക്കും എന്നുകൂടി പറയട്ടെ. ഇടുക്കി പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർവേ വകുപ്പ് ഡിജിറ്റൽ സർവേ തുടങ്ങും.
മഞ്ചുമല, പീരുമേട് എന്നീ വില്ലേജുകളിലാണ് സർവേ നടക്കുക. മേഖലയിലെ സർക്കാർ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തും. ജില്ലാ കളക്ടർ നിയോഗിച്ച 15-അംഗ സംഘം രേഖകളുടെ പരിശോധനയും തുടങ്ങും. കയ്യേറ്റ ഭൂമിയെന്ന് കണ്ടെത്തിയ മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലെയും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലെയും രേഖകൾ വിശദമായി പരിശോധിക്കും. മേഖലയിൽ പട്ടയം കിട്ടിയ ഭൂമിയുടെ രേഖകളും റവന്യൂ വകുപ്പ് പരിശോധിക്കും. പരുന്തുംപാറയിൽ തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് കയ്യേറി നിർമ്മിച്ച കുരിശ് ഇന്നലെ റവന്യൂ സംഘം പൊളിച്ചു മാറ്റിയിരുന്നു. പരുന്തുംപാറയിലെ അന്വേഷണത്തിന്റെ പുരോഗതി എല്ലാ ദിവസവും ജില്ലാ കളക്ടർ നേരിട്ട് വിലയിരുത്തും. പരുന്തുംപാറയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 2-ാം തീയതി പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുവാൻ ജില്ലാ കളക്ടർ പീരുമേട് LR തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഒപ്പം കയ്യേറ്റ ഭൂമിയിൽ പണികൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ പരിശോധന നടത്തുവാനും നിർദ്ദേശിച്ചു. സജിത് ജോസഫിന് സ്റ്റോപ്പ് മെമ്മോയും നൽകി. എന്നാൽ ഇതവഗണിച്ച് കുരിശിന്റെ പണികൾ വെള്ളിയാഴ്ചയാണ് പൂർത്തിയാക്കിയത്. പണികൾ നടക്കുന്നത് ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. മറ്റൊരു സ്ഥലത്ത് വെച്ച് പണിത കുരിശ് ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തതെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. ശനിയാഴ്ച സ്ഥലത്തെത്തിയ തഹസിൽദാർ ഇനി പണികൾ നടത്തരുതെന്ന് നിർദ്ദേശിച്ചു മടങ്ങി. കഴിഞ്ഞയാഴ്ച പീരുമേട്ടിലെത്തിയ സജിത് ജോസഫ് ചില റവന്യൂ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായി വിവരമുണ്ട്. കയ്യേറ്റ സ്ഥലത്ത് നിരോധനം ലംഘിച്ച പണികൾ നടത്തിയെന്ന് കണ്ടെത്തിയിട്ടും സജിത് ജോസഫിനെതിരെ കേസെടുക്കുവാൻ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതിനിടെ പരുന്തുംപാറയിലെ കുരിശിന്റെ മറവിലുള്ള കയ്യേറ്റം അംഗീകരിക്കാനാവില്ലെന്ന് CPI നേതാവ് KK ശിവരാമൻ പറഞ്ഞു. ജില്ലയിലെ എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും വിശുദ്ധന്മാർ അല്ലെന്നും കയ്യേറ്റത്തിനെതിരെ ജില്ലാ ഭരണകൂടം ശക്തമായ നിലപാടെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇല്ല, റവന്യൂ കർണാടകയിലൊന്നും അത്രയല്ല. ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായ നടപടിയാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനും ഒരിക്കലും സ്വീകരിക്കാത്ത വിധം കർക്കശമായ നിലപാട് സ്വീകരിച്ചിരുന്നു. 3 വില്ലേജുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. 15 അംഗങ്ങളുള്ള പ്രത്യേക ടീമിനെ തീരുമാനിച്ചു. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ തന്നെ നിയോഗിച്ചു. അവരുടെ ചുമതലയിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. പരുന്തുംപാറയിൽ മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ ഒരിടത്തും കയ്യേറ്റം അനുവദിക്കുകയില്ല എന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോഴുള്ളത്. 2018-ൽ ചിന്നക്കനാൽ പഞ്ചായത്തിൽ പാപ്പാത്തിച്ചോലയിൽ കുരിശ് സ്ഥാപിച്ച ഒരു 200 ഏക്കർ ഭൂമി ഒരു കുടുംബം സ്വന്തമാക്കിയിരുന്നു. അന്ന് യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ ആ ഭൂമി സർക്കാർ ഒഴിപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത്. മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിൽ പലയിടത്തും ഭൂമി കയ്യേറാനുള്ള ശ്രമങ്ങളുണ്ട്. മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് വിശ്വാസികൾ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ പരുന്തുംപാറയിലാണെങ്കിൽ ഒരു റിസോർട്ട് ഉടമ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിനോടൊപ്പം അതിനോട് ചേർന്ന് ഒരു കുരിശ് സ്ഥാപിച്ചു എന്നാണ് അറിയുന്നത്. അത് തീർച്ചയായും അങ്ങേയറ്റം അപലനീയമായ നടപടിയാണ്. നമ്മുടെ രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ ത്യാഗധനനായ ആചാര്യനായിരുന്നു യേശു ക്രിസ്തു. അടിമകളുടെ മോചനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്തിമദ്ഭാവമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിൻ്റെ നാമധേയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് സർക്കാർ ഭൂമി കയ്യേറുകയും അവിടെ റിസോർട്ട് സ്ഥാപിക്കുകയും ആ ഭൂമിയെല്ലാം സ്വന്തമാക്കി മാറ്റുകയും അങ്ങനെ മാറ്റുന്നതിന് വേണ്ടി ഈ മതചിഹ്നം ഉപയോഗിക്കുകയും ചെയ്യുന്ന അത്യന്തം ഹീനമായ നടപടിയാണ് ഈ പരുന്തുംപാറയിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതിനെതിരെ വളരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ നടത്തിയ പരസ്യ പ്രതികരണം മയപ്പെടുത്തി പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് A. പത്മകുമാർ പറഞ്ഞത് തെറ്റായിപ്പോയി. അതിന്റെ പേരിൽ അച്ചടക്ക നടപടി വന്നാലും വിഷമമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കേഡറിനെ തെറ്റുപറ്റിയാൽ അത് തിരുത്തുന്ന പാർട്ടിയാണ് CPM. നാളെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കും. 50 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ വൈകാരികമായി പ്രതികരിച്ചതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. പിന്നെ രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത്
ഇങ്ങനെ ഞാൻ ഇടിച്ചു തെറിപ്പിച്ചൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ കൊടുക്കുന്ന കണ്ടു. അതൊരു നല്ല ഇതല്ല. കാരണം ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ നമ്മൾ നന്നായിട്ട് എന്നെ കൊണ്ട് ആഘോഷിച്ചതാണല്ലോ. രാവിലെ 6 മണി 6:15 കഴിഞ്ഞപ്പോഴാണല്ലോ 6:15 ആയപ്പോഴാണല്ലോ ഞാൻ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ആ സമയത്ത് എൻ്റെ മുമ്പിലോട്ട് വന്ന് നിന്നപ്പോൾ എൻ്റെ കൈയൊന്ന് തെറ്റിയെന്നുള്ളതും ഞാൻ പെട്ടെന്ന് തന്നെ സോറി പറഞ്ഞെന്നുള്ളതും നിങ്ങളൊക്കെ കണ്ടതാണ്. പക്ഷെ ഏഷ്യാനെറ്റ് മാത്രം പറഞ്ഞു തട്ടിത്തെറിപ്പിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അതൊരു മാധ്യമ പ്രവർത്തനത്തിൽ ഇങ്ങനെയൊക്കെ വേണോ? അതൊരു നല്ല രീതിയല്ലല്ലോ. അതൊരു നല്ല രീതിയൊന്നുമല്ല. കാരണം അങ്ങനെ തട്ടിത്തെറിപ്പിച്ച് പോയി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത, അപ്പം അതൊരു ഏറ്റെടുത്തിട്ട് ചില വർത്താനങ്ങൾ, അതൊക്കെ ഒരു നല്ല രീതിയല്ല. വാർത്തയൊക്കെ കൊടുത്തു. ശത്രു ഒന്നുമല്ലല്ലോ ഞാൻ. ഏഷ്യാനെറ്റിന്റെ ശത്രുവല്ല ഞാൻ. ഏഷ്യാനെറ്റിന്റെ ശത്രുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിന്റെ ശത്രു ഒന്നും അല്ലല്ലോ. അങ്ങനെ കൊടുത്തു ഒട്ടും ശരിയായില്ല. പിന്നെ ഇപ്പൊ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാനത് കാണാഞ്ഞിട്ടല്ല, എടുത്ത് താഴെ വെച്ചിട്ട് സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇനിയും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഏഷ്യാനെറ്റിന് അത് ചിലപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനൊക്കെ 10-52 വർഷമായി. ചാനലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചതാണ്. ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ ദയാദാക്ഷിണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുളച്ചു വന്ന ഒരു കുമളയാണെന്നുള്ള ധാരണ ആർക്കും വേണ്ട. ഏഷ്യാനെറ്റിന്റെ കാര്യത്തിൽ പറയുകയാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും എൻ്റെ ഇവിടുത്തെ ജനങ്ങളുടെ അറിവോ അല്ലെങ്കിൽ എന്നെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടോ ഒന്നും മാറുമെന്ന് ധരിക്കുന്നു. ഏഷ്യാനെറ്റ് കാണിച്ചത് വളരെ മോശമായിപ്പോയി. കൈ ഒന്ന് വിട്ടപ്പോൾ ഞാൻ അപ്പം തന്നെ ബ്രേക്ക് പിടിച്ചു. ഞാൻ എല്ലാവരും നിൽക്കുമ്പോഴല്ലേ സോറി പറഞ്ഞിട്ട് പോയത്. എവിടെ റിപ്പോർട്ടറിന്റെ ആളെവിടെ? റിപ്പോർട്ടറിന്റെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ സോറി പറഞ്ഞില്ലേ? അപ്പോൾ ഉടനെ ഏഷ്യാനെറ്റ് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചിട്ട് പോയെന്ന്. എവിടെ തട്ടിത്തെറിപ്പിച്ചിട്ട് പോയെന്നാണ്? അതൊന്നും ഏഷ്യാനെറ്റ് വളർന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്ക് ഏതെങ്കിലും മുതലാളി ഉണ്ടെങ്കിൽ ആ മുതലാളിയുടെ താല്പര്യം സംരക്ഷിക്കാൻ പൊക്കോണം. എന്റെ പേര് കുതിര കയറാൻ വരണ്ട. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ വാർത്ത ഞാൻ കണ്ടിട്ടല്ലേ പറയുന്നത് തട്ടിത്തെറിപ്പിച്ചിട്ട് പോയി എന്നൊക്കെ. കലിപ്പാണെന്നൊക്കെ പറയുന്നത് ശ്രീകണ്ഠൻ നായർ പറയുന്നത് കേട്ടല്ലോ. അല്ല, അത് കലിപ്പായിട്ടാണ് പോയതെന്ന് മറ്റേ ശ്രീകണ്ഠൻ നായരുടെ എന്തോ 24 അദ്ദേഹം പറയുന്നത് കേട്ടു. അപ്പോ ഏഷ്യാനെറ്റ് പറഞ്ഞു ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചിട്ട് പോയി. വളരെ മോശം. പദവിയുടെ പേരിൽ പാർട്ടിയെ വെല്ലുവിളിച്ച മുതിർന്ന നേതാവ് എ പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യുവാൻ നാളെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരും. സംസ്ഥാന നേതൃത്വത്തെ പോലും വെട്ടിലാക്കിയ പരസ്യ പ്രതിഷേധത്തിൽ ശക്തമായ നടപടി വന്നേക്കും. SDPIയിൽ ചേർന്നാലും BJPയിൽ ചേരില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. BJP ജില്ലാ പ്രസിഡന്റും മറ്റൊരാളും താനില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നു. അനുവാദം വാങ്ങാതെയാണ് വീട്ടിലെത്തിയത്. ഇവർ മുറിയുടെ ചിത്രം പകർത്തിയ ശേഷം തിരികെ പോയെന്നും പത്മകുമാർ കൂട്ടിച്ചേർത്തു. താൻ ആരുമായും കൂടിക്കാഴ്ച നടത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഒരിക്കലും BJPയിലേക്ക് ഇല്ലെന്ന് ജില്ലാ പ്രസിഡന്റ് VA സൂരജിനെ പരസ്യമായി അറിയിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് BJP നേതാക്കൾ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലെത്തിയത്. BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് VA സൂരജ്, ജനറൽ സെക്രട്ടറി പ്രദീപ് ഐരൂർ എന്നിവരാണ് പത്മകുമാറിന്റെ വീട്ടിലെത്തിയത്. പത്മകുമാറിനെ കാണുവാൻ ആറന്മുളയിലെ വീട്ടിൽ ഇന്നലെ രാത്രി BJP നേതാക്കൾ എത്തിയതിലും നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തന്നെ പരിഗണിക്കാതെ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതിനാലാണ് പത്മകുമാറിന്റെ വിരോധം. കൊല്ലം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പത്മകുമാർ അച്ചടക്ക നടപടിയെ ഭയക്കുന്നില്ലെന്നും തുറന്നടിച്ചിരുന്നു. അതേസമയം CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ദില്ലിയിൽ തുടങ്ങും. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംഘടനാ റിപ്പോർട്ട്, കരട് രാഷ്ട്രീയ പ്രമേയത്തിന് പാർട്ടി ഘടകങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതികൾ എന്നിവയാകും PB ചർച്ച ചെയ്യുക. സംസ്ഥാന സമ്മേളനങ്ങളുടെ വിലയിരുത്തലും യോഗത്തിലുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്ത ജനറൽ സെക്രട്ടറിയെക്കുറിച്ചുള്ള ചർച്ചകൾ നിലവിൽ പാർട്ടിയിൽ തുടങ്ങിയിട്ടില്ല. സംസ്ഥാന സമ്മേളനങ്ങളിൽ പ്രായപരിധി നിബന്ധന നടപ്പിലാക്കിയ സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് നൽകേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ പ്രകാശ് കാരാട്ട് അടക്കം ഒഴിയുകയാണെങ്കിൽ BB രാഘവലുവിന്റെ പേരാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. MA ബേബിയുടെ പേര് സംസ്ഥാന ഘടകം മുന്നോട്ട് വയ്ക്കുമോ എന്നതിൽ വ്യക്തതയില്ല. VS അച്യുതാനന്ദനെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയുടെ കരുത്തായ VS ക്ഷണിതാക്കളിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് പാർട്ടി പത്രത്തിലെ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കി. മധുരയിൽ നടക്കുന്ന പാർട്ടി ദേശീയ സമ്മേളനത്തിന് ശേഷം ക്ഷണിതാക്കളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. VS
ഇന്ന് ജീവിച്ചിരിക്കുന്ന CPIM രൂപീകരണത്തിലേക്കെത്തിയ അഖിലേന്ത്യാ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 സഖാക്കളിൽ ഒരാളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പാർട്ടി നേതാവാണ്. അതുകൊണ്ട് VSന് എന്തെങ്കിലും രീതിയിൽ ക്ഷണിതാവാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ അടിസ്ഥാനപരമായ തെറ്റായ വാർത്തയാണ്. സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി സ്വാഭാവികമായിട്ടും ക്ഷണിക്കപ്പെടേണ്ടുന്ന നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും. അതിൽ ഒന്നാമത്തെ പേര് VSൻ്റെതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. CPMന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതാവാണ് VS എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ക്ഷണിക്കപ്പെടേണ്ട നേതാക്കളുടെ കാര്യത്തിൽ CPM തീരുമാനമെടുക്കുമ്പോൾ അതിൽ ആദ്യ പേര് VSൻ്റേതാകും. കഴിഞ്ഞ തവണയും അദ്ദേഹം പ്രത്യേക ക്ഷണിതാവായിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിഞ്ഞവരിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. 75 വയസ്സ് പിന്നിട്ട അവർ സാങ്കേതികമായി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞെങ്കിലും പാർട്ടി കോൺഗ്രസ് വരെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. പാർട്ടി കോൺഗ്രസ് കൂടി കഴിഞ്ഞ ശേഷമേ കൃത്യമായി ക്ഷണിതാക്കളെ തീരുമാനിക്കൂ. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖൻ VS ആണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPM രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവാണ് VSനെ ക്ഷണിതാവാക്കിയില്ല എന്നത് അടിസ്ഥാനവിരുദ്ധമായ വാർത്തയാണ്. സംസ്ഥാന കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനകൾ പല ഭാഗത്തുനിന്നും വരുന്നില്ല. ചില ഭാഗത്തുനിന്ന് വന്നത് അവർ തന്നെ തിരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ പദവിയുടെ പേരിൽ പാർട്ടിയെ വെല്ലുവിളിച്ച് മുതിർന്ന നേതാവ് A. പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ നാളെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരും. സംസ്ഥാന നേതൃത്വത്തെ പോലും വെട്ടിലാക്കിയ പരസ്യ പ്രതിഷേധത്തിൽ ശക്തമായ നടപടി വന്നേക്കും. പത്മകുമാറിനെ കാണാൻ ആറന്മുളയിലെ വീട്ടിൽ ഇന്നലെ രാത്രി BJP നേതാക്കൾ എത്തിയതിലും നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തന്നെ പരിഗണിക്കാതെ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതിനാലാണ് പത്മകുമാറിന് വിരോധം. കൊല്ലം സമ്മേളനത്തിൽ നിന്നിറങ്ങിപ്പോയ പത്മകുമാർ അച്ചടക്ക നടപടിയെ ഭയക്കുന്നില്ലെന്നും തുറന്നടിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഈ മാസം ആരംഭിക്കും. ടൗൺഷിപ്പിനെ മാർച്ച് 27-ന് മുഖ്യമന്ത്രി തറക്കല്ലിടും. റവന്യൂ മന്ത്രി K. രാജനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നിയമസഭയെ അറിയിച്ചത്. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി K. രാജൻ വ്യക്തമാക്കി. അതേസമയം ദുരന്തം നടന്ന് 8 മാസമായിട്ടും തറക്കല്ല് പോലും ഇട്ടില്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി. വേദനയോടുകൂടിയാണ് സർ വീണ്ടും ചൂരൽമല മുണ്ടകൈ ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസുമായി അസംബ്ലിയിലേക്ക് നിയമസഭയിലേക്ക് വരേണ്ടി വന്നിട്ടുള്ളത്. സർ, ജൂലൈ 30-ാം തീയതി 2024 ചൂരൽമലയിലെയും മുണ്ടകയിലെയും 3 വാർഡുകളിൽ സർവനാശം വിതച്ചതായിരിക്കുന്ന ഉരുൾപൊട്ടൽ സംഭവിച്ച് 8 മാസം നമ്മൾ പൂർത്തിയാക്കാനിരിക്കുകയാണ് സർ. ഈ സന്ദർഭത്തിൽ ഉഴുതുണിക്ക് മറുതുണിയില്ലാതെ സർവവും നഷ്ടപ്പെട്ട ദുരന്തബാധിതർ ഇപ്പോഴും തങ്ങളുടെ ജീവിതം വീണ്ടെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സർ. പൊതുസമൂഹത്തിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും മറ്റ് മേഖലകളുടെയും ഒക്കെ സഹായത്തോടു കൂടി സർക്കാർ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന സുസ്ഥിര പുനരധിവാസ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയും കൊണ്ട് അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സർ ഈ പ്രമേയത്തിന് നോട്ടീസ് നൽകേണ്ടി വന്നത്. സർ, കേന്ദ്രത്തിൻ്റെ നടപടികൾ കണ്ടാൽ ഇന്ത്യയിലല്ലേ നമ്മൾ എന്ന് തോന്നിപ്പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യം. നമ്മൾ ആവശ്യപ്പെട്ട അടിയന്തര സഹായം അവർ തന്നില്ല. അവസാനം അവർ 529.5 കോടി രൂപ അവർ തന്ന 16 പദ്ധതികൾക്കായി തന്നപ്പോൾ അവർ 50 വർഷത്തെ കാലാവധി കഴിഞ്ഞ് തിരിച്ചടയ്ക്കേണ്ടതായിരിക്കുന്ന ഒരു കാലപരിധി നിശ്ചയിച്ചാണ് അവർ നമുക്ക് നൽകിയത് സാർ. എത്രത്തോളം ലജ്ജാകരമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ. ജന്മിയുടെ സമീപനത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് എന്നുള്ളത് ദുഃഖത്തോടു കൂടി പറയാൻ സാധിക്കും സർ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സംഭവ സ്ഥലത്ത് വന്ന് നേരിട്ട് കണ്ടതായ ഒരു ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചതായ സമീപനം ഒരു ദുരന്തബാധിത സമൂഹത്തോടും സംസ്ഥാനത്തോടും കാണിക്കേണ്ടതായ മര്യാദയുള്ള മനുഷ്യത്വപരമായ നടപടിയായില്ല എന്നുള്ളതും ഇതിന്റെ കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സാർ. ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കുമെന്നും 1112 കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന് മൈക്രോ പ്ലാൻ ഉണ്ടെന്നും മന്ത്രി രാജൻ വ്യക്തമാക്കി. തുടർ ചികിത്സയോ അടിയന്തര ചികിത്സയോ വേണ്ടിവരുന്ന ദുരന്തബാധിതരുടെ പണം കേരള സർക്കാർ വഹിക്കും. ദുരന്ത സ്ഥലത്ത് കൊടുക്കാത്ത ബ്രെഡ് പൂത്തെന്ന കഥ വരെ പുറത്തു വന്നിരുന്നു.
കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെയാണ് പൂക്കുന്നതെന്നും രാജൻ ചോദിച്ചു. അതേസമയം വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭയിൽ രൂക്ഷമായി വിമർശിച്ചു. വയനാടിനോട് കേന്ദ്രം കാട്ടിയത് ക്രൂരമായ അവഗണനയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഔദാര്യമായി വായ്പ തന്നത് തെറ്റാണെന്നും ഇതിനെതിരെ ഏതറ്റം വരെ പോരാടുമെന്നും സതീശൻ പറഞ്ഞു. ദുരന്തബാധിതർക്ക് ജീവനോപാധികളും പൊതുകൃഷിസ്ഥലവും ഒരുക്കുവാനായി സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ദുരന്തബാധിതർക്കുള്ള പ്രതിമാസ അലവൻസ് 300 രൂപ 3 മാസം കഴിഞ്ഞ് നിർത്തിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിയമപരമായി 3 മാസമാണ് നൽകുന്നതെന്നും മന്ത്രി രാജൻ മറുപടി നൽകി. എന്നാൽ മന്ത്രിസഭയ്ക്ക് പ്രത്യേക തീരുമാനമെടുക്കാമായിരുന്നുവെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഇന്ത്യയുടെ ഹൈ ലെവൽ കമ്മിറ്റി കൂടാൻ പറ്റാത്തത് കൊണ്ട്, ആഭ്യന്തര മന്ത്രിക്ക് ഒഴിവില്ലാത്തത് കൊണ്ട് പിന്നെയും 2 മാസം അത് വെച്ചിരുന്നു. ആ 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം കേരളത്തിലെ ഈ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ ആണെങ്കിൽ അത് പറയണ്ടേ സാർ? അപ്പോഴും അത് പറഞ്ഞില്ല. പിന്നെയും 2 മാസക്കാലം അത് പറയാൻ കേരളത്തിനോട് വൈകി. സാർ, കേരളത്തിന് കത്തയച്ചത് ജൂലൈ 30-ന് ദുരന്തമുണ്ടായി, ഡിസംബർ 30-നാണ്. 5 മാസക്കാലം ആ വിവരം കേരളത്തിനോട് പറയാതിരുന്നത് അങ്ങനെയുള്ള ദുരന്തത്തിൽ കേരളത്തിന് കിട്ടേണ്ട UN ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായം ലഭിക്കാനല്ലേ സാർ? ഇത് പറഞ്ഞു തുടങ്ങണ്ടേ നമ്മളത്? ഇവിടെ പറഞ്ഞല്ലോ കടബാധ്യതയെ കുറിച്ച്. കേരളത്തിലെ ഗവൺമെന്റ് കണക്കുണ്ടാക്കിയിട്ടുണ്ട് സാർ, കൃത്യമായ കണക്കുണ്ടാക്കിയിട്ടുണ്ട്. 30,62,57,895 രൂപ, 1207 കേസുകൾ, 779 ഫാമിലികൾ. സാർ, ആരാണ് ഈ കടം എഴുതി തള്ളാനുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത്? 2005 ഡിസാസ്റ്റർ ആക്ട് പ്രകാരം, അതിന്റെ സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു തീരുമാനമെടുത്താൽ ആ മിനിറ്റിൽ ദേശസാൽകൃത ബാങ്കുകൾ അത് എഴുതി തള്ളും സാർ. സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് ഈ കാര്യം ബാങ്കുകളോട് അഭ്യർത്ഥിച്ചില്ലേ? അവർ പറഞ്ഞു കേന്ദ്രത്തിന്റെ നിർദ്ദേശം വരട്ടെ. കേരളം എന്തു ചെയ്തു? ആ ചോദ്യത്തിന് ഉത്തരവാണ് സാർ. എത്രയേറെ തർക്കമുള്ളപ്പോഴും ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന, നമ്മളെല്ലാവരും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിന്റെ സ്വന്തമായ കേരള ബാങ്ക് ഈ ദുരന്തമുണ്ടായ 1 മാസത്തിനകം ആ ബാങ്കിൽ കടമുള്ള മുഴുവൻ ചൂരൽമലക്കാരുടെ കടം എഴുതി തള്ളി സാർ. അതാണ് സാർ കേരളം കാണിക്കുന്ന മാതൃക. 10 കോടിയോളം രൂപ വരും സാർ. അതാണ് കേരളം കാണിക്കുന്ന മാതൃക. തെറ്റായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ, ഈ കേരളത്തെ കുറിച്ച് കുറെ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പാടുമോ സാർ? ആ ദുരന്ത സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കേട്ടതല്ലേ, കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനടങ്ങുന്ന ഭരണപക്ഷമല്ല, ഈ പ്രതിപക്ഷവും കൂടി നമ്മൾ കേരളം ആ ദുരന്ത നിവാരണ സ്ഥലത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് മുന്നേറിയപ്പോ അതുവരെ ഭക്ഷണ വിതരണ സംഘം കൊടുക്കാത്ത ബ്രെഡ് പൂത്ത കഥ അവിടെ ഉണ്ടായി സാർ. കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെയാണ് പൂക്കുക സാർ? അതുവരെ ദുരന്ത നിവാരണ സ്ഥലത്ത് ഒരിടത്തും കൊടുക്കാത്ത ബ്രെഡ് പൂത്ത കഥ നമ്മുടെ നാട്ടിലുണ്ടായി. എവിടെയാ ബ്രെഡ് പൂക്കുക? കൊടുക്കാത്ത ബ്രെഡ് സാർ. ആഗസ്റ്റ് 17-ന് കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ കൊടുത്ത മെമ്മോറാണ്ടം, അത് ആഗസ്റ്റ് 23-ാം തീയതി കോടതിക്ക് സമർപ്പിച്ച മെമ്മോറാണ്ടം, ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന മുഖവരയോടെ കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ കൊടുത്ത മെമ്മോറാണ്ടത്തെ പോലും മൃതദേഹം നടപടിക്ക് വിധേയമാക്കാൻ കേരള ഗവൺമെന്റ് പണം മേടിച്ചു എന്ന് പ്രചരിപ്പിച്ച നടപടി കേരളത്തിലുണ്ടായില്ലേ? സർക്കാർ ഭയക്കുന്നില്ല സാർ. ഞങ്ങൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ നടപടികളിലേക്ക് നമ്മൾ ഒരുമിച്ച് പോവുകയാണ്. ലവ് ജിഹാദ് പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിനെതിരെ ഇന്ന് കേസെടുത്തേക്കും. ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കാത്തിരിക്കുകയാണ് പോലീസ്. PC ജോർജിനെതിരെ ഇതുവരെ 3 പരാതികൾ പോലീസിനെ കിട്ടിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നും പാലായിൽ നിന്നും PC ജോർജിനെതിരെ DGPക്കും പരാതി ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗാണ് ജോർജിനെതിരെ പാലായിൽ പരാതി കൊടുത്തത്. നേരത്തെ PC ജോർജ് റിമാൻഡിലായ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിനെതിരായ പരാതിക്കാരും മുസ്ലിം യൂത്ത് ലീഗായിരുന്നു. ഈ കേസിലെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചെന്നും യൂത്ത് ലീഗ് പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദാണ് ഇപ്പോൾ ജോർജിനെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത്. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നായിരുന്നു PC ജോർജിന്റെ പ്രസ്താവന. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു. 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയത്. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുൻപേ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണം. യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നും PC ജോർജ് പ്രസംഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതുണ്ട്. അത് എവിടെ കത്തിക്കാനാണെന്നും അറിയാം, പക്ഷെ പറയുന്നില്ല. രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ നിലയിലാണെന്നും PC ജോർജ് പറഞ്ഞു. മതവിദ്വേഷ പരാമർശ കേസിൽ
ജാമ്യത്തിൽ കഴിയുന്ന PC ജോർജ് കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് വീണ്ടും വിവാദ പ്രസംഗം നടത്തിയത്. ഇക്കഴിഞ്ഞ ജനുവരി 6-ന് ഒരു ചാനൽ ചർച്ചയിൽ PC ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. ഈ കേസിൽ റിമാൻഡിലാവുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയുമായിരുന്നു. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് അന്ന് ചുമത്തിയിരുന്നത്. ഇന്ത്യ കാനഡ ബന്ധം പുനഃസ്ഥാപിക്കാനൊരുങ്ങി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകാലത്ത് ദുർബലമായ ബന്ധം ശക്തിപ്പെടുത്താനാണ് കാർണി ശ്രമിക്കുന്നത്. ഇന്ത്യയുമായുള്ള വാണിജ്യ ബന്ധം വൈവിധ്യവൽക്കരിക്കാനും കാനഡ സെൻട്രൽ ബാങ്ക് മുൻ ഗവർണർ കൂടിയായ കനേഡിയൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട്. സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായി വ്യാപാരം വൈവിധ്യവൽക്കരിക്കാനാണ് കാനഡ ശ്രമിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് നടന്ന ഒരു സംവാദത്തിൽ കാർണി പറഞ്ഞിരുന്നു. കാനഡയ്ക്ക് ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ച് കാർണിക്ക് അറിയാമെന്നത് ഇന്ത്യക്ക് ഗുണകരമായ കാര്യമാണെന്നാണ് വിലയിരുത്തൽ. US-ന്റെ പകരച്ചുങ്ക ഭീഷണി ഇരു രാജ്യങ്ങളെയും മോശമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കാനഡയുടെ ഏത് ശ്രമത്തെയും ഇന്ത്യ സ്വാഗതം ചെയ്യാനാണ് സാധ്യത. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ കുടിയേറാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളിലൊന്നായി കാനഡ മാറിയ സാഹചര്യത്തിൽ കുടിയേറ്റ നിയന്ത്രണം, വിസ മാനദണ്ഡങ്ങൾ കടുപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലെ ആശങ്ക പുതിയ നേതൃത്വത്തെ അറിയിക്കുവാനും സാധ്യതയുണ്ട്. 2023 സെപ്റ്റംബറിലാണ് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത്. ഖലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വധത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇതിനെതിരെ ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു. തുടർന്നുണ്ടായ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിലും ഉന്നത നയതന്ത്രജ്ഞരെ പുറത്താക്കുന്നതിലും കൊണ്ടെത്തിക്കുകയായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസിലെത്തി. 12-ാം തീയതി നടക്കുന്ന മൗറീഷ്യസിന്റെ 56-ാം ദേശീയ ദിനാഘോഷത്തിൽ നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും. ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾ ആഗോളതലത്തിൽ വലിയ ചലനം സൃഷ്ടിക്കുമ്പോഴാണ് മോദിയുടെ സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിൽ നിർണായക വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്നാണ് വിവരം. അതേസമയം മൗറീഷ്യസ് തലസ്ഥാനത്ത് ഊഷ്മളമായ സ്വീകരണമാണ് മോദിക്ക് ലഭിച്ചത്. 1968-ൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന്റെയും തുടർന്ന് 1992-ൽ റിപ്പബ്ലിക്കായി മാറിയതിന്റെയും സ്മരണ പുതുക്കുവാനാണ് മൗറീഷ്യസ് ദേശീയ ദിനം ആഘോഷിക്കുന്നത്. ഇത്തവണത്തെ ആഘോഷ പരിപാടികളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ പ്രതിരോധം, വ്യാപാരം, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ ഇന്ത്യയും മൗറീഷ്യസും തമ്മിൽ കരാറിൽ ഏർപ്പെടും. ഈ സന്ദർശനം ഇന്ത്യ മൗറീഷ്യസ് ബന്ധത്തിന് പുതിയ അധ്യായം തുറക്കുമെന്ന ഉറപ്പുണ്ടെന്ന് യാത്ര പുറപ്പെടും മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മൗറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ ചന്ദ്ര രാങ്കൂലമാണ് മോദിയെ രാജ്യത്തേക്ക് ക്ഷണിച്ചത്. 2 ദിവസം മോദി മൗറീഷ്യസിലുണ്ടാകും. പോർട്ട് ലൂയിസ് വിമാനത്താവളത്തിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രിയും ഭാര്യയും ചേർന്ന് മോദിയെ സ്വീകരിച്ചു. ഇവർക്ക് പുറമെ രാജ്യത്തെ 34 മന്ത്രിമാരും മറ്റുന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 200ഓളം പേർ മോദിയെ സ്വീകരിക്കുവാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫ്വാനുമായുള്ള 2ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. പിതൃസഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തിയ വീട്ടിൽ നിന്നാണ് ഇന്നത്തെ തെളിവെടുപ്പ് തുടങ്ങിയത്. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. യാതൊരു കൂസലുമില്ലാതെയാണ് നടത്തിയ ക്രൂരത അഫ്വാൻ വിവരിച്ചത്. 80,000 രൂപ ലത്തീഫിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചുവെന്നും ഉമ്മൂമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നുവെന്നും അഫൻ പറഞ്ഞു. ഇതാണ് ലത്തീഫിനെ വകവരുത്താൻ കാരണമെന്നാണ് അഫൻ പോലീസിനോട് പറഞ്ഞത്. ആക്രമണം തടസ്സപ്പെടുത്തുന്നവരുടെ കണ്ണിലെറിയാൻ മുളകുപൊടിയും അഫൻ വാങ്ങിവെച്ചിരുന്നു. അഫൻ മോഷ്ടിച്ച ശേഷം വലിച്ചെറിഞ്ഞ ലത്തീഫിന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തിയിരുന്നു. അമ്മയെ കഴുത്തു ഞെരിച്ച് നിലത്തിട്ട ശേഷം ആദ്യം അച്ഛന്റെ അമ്മയെ കൊന്നു. അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലെത്തുന്നത്. അഫനെ കണ്ട സാജിദ അടുക്കളയിലേക്ക് പോയി. ബാഗിലിരുന്ന ചുറ്റികെടുത്ത് ഹാളിലെ സെറ്റിയിലിരുന്ന ലത്തീഫിന്റെ തലയിൽ പലവട്ടം അടിച്ചു. ശബ്ദം കേട്ട് ഓടിവന്ന സാജിദയും അടിച്ചു. അടുക്കളയിലേക്ക് ഓടിയ സാജിദയെ പിന്നിൽ ചെന്ന് ആക്രമിച്ചുവെന്നും അഫൻ വിവരിച്ചു. ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും 50 മീറ്റർ അപ്പുറം കാട്ടിലെറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി. ഈ മൊബൈൽ ഫോൺ അഫന്റെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെത്തി. വീട്ടിലെത്തിച്ചുള്ള പരിശോധനയിലാണ് മുളകുപൊടി പൊതിഞ്ഞത് കണ്ടെത്തിയത്. ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് മുളകുപൊടി ഉണ്ടായിരുന്നത്. കൊലപാതകം തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ കണ്ണിലെറിയാനായിരുന്നു മുളകുപൊടിയെന്ന് അഫൻ മൊഴി നൽകി. ആയുധം, എലിവശം, മുളകുപൊടി, ശീതളപാനീയം, സിഗരറ്റ് എന്നിവ വാങ്ങിയ കടയിലും കൊണ്ടുപോയി തെളിവെടുത്തു. നാളെ 2ാം ഘട്ട കസ്റ്റഡി അവസാനിക്കും. കിളിമാനൂർ SHO ജയനാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.